ഈ കത്ത് കൊണ്ടുവന്നു ഞാൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു. അവ്യക്തതയുണ്ട്, അത് എന്താണെന്ന് ചോദിച്ചു. വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു. എന്നിട്ട് ഞാൻ രാവിലെ കണ്ടൊരു ചാനലിൽ ഒരു മാധ്യമപ്രവർത്തകൻ അവരോട് ചോദിക്കുകയാണ്, ഈ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തരുത്. ഞാൻ ആ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതിനോട് പ്രതികരിക്കുന്നത്. എനിക്ക് ആ കത്ത് കിട്ടി, എൻ്റെ കയ്യിൽ എൻ്റെ പറവൂരിലെ ഓഫീസിൽ കൊണ്ടുപോയി തന്നു. എന്നിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് അവരോട്, മകനോടും ഭാര്യയോടും ചോദിക്കുകയാണ്, കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അവരെ പ്രകോപിപ്പിക്കുകയാണ്. അവരെനിക്കെതിരെ പറയണം. എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? ശരിയാണത്? ഇതാണോ മാധ്യമപ്രവർത്തനം? ഞാൻ അവരോട് ചോദിച്ചു. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരു 10 ദിവസം അതിനകം പറയണം. ഞാൻ ഒരു പാർട്ടിയിലെ ബാക്കി എല്ലാവരുമായിട്ട് ആലോചിച്ച് പോകണം. ഇത് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് തോന്നുന്നു. ഇപ്പോൾ കത്ത് പുറത്തു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി KPCC പ്രസിഡന്റ് തന്നെ അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ആ കമ്മിറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് ഇമ്മച്ചും. CPM IC ബാലകൃഷ്ണൻ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കുകയാണ്. അതല്ല, ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്താണ് സംഭവം. ഇപ്പോൾ ഒരു ആക്ഷേപം വന്നു. ആ ആക്ഷേപത്തിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ, അത് അന്വേഷിച്ച് പുറത്തു വരാതെ ഞാൻ അഭിപ്രായം പറയണത് ശരിയാണ്. വൈസ് ചാൻസലർ നിയമനത്തിലെ UGCയുടെ പുതിയ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. ഒരു പുതിയ സെർച്ച് കമ്മിറ്റി, അതായത് കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള ആളെ നിയമിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് ഗവർണർമാർക്ക് കൂടുതൽ അധികാരം കൊടുക്കുന്നത് നല്ലതല്ല. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ഉള്ള സമയത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ സെലക്ഷൻ നടക്കാനുള്ള അന്തരീക്ഷമാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് പല ഗവർണർമാരും ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്രീ ആൻഡ് ഫെയർ സെലക്ഷൻ വൈസ് ചാൻസലറുടെ കാര്യത്തിൽ നടക്കില്ല എന്നാണ് ഈ UGC ഭേദഗതി കൊണ്ട് വ്യക്തമാകുന്നത്. അത് ശരിയല്ല. അപ്പോൾ കേരളം അത് ഫലപ്രദമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബദൽ സംവിധാനം എങ്ങനെ ചെയ്യണം എന്ന് ആലോചിക്കും. ഞാനൊരു മോശമായിട്ടും പെരുമാറിയില്ല. ഞാൻ അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അത് ഞാൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്ക്. ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. വായിച്ച നിങ്ങളൊന്ന് മുഴുവൻ കത്ത്. അപ്പം ഞാൻ ആ ക്ലാരിറ്റി വരുത്തി. അത് വേണ്ടേ? അതായത് ഞാൻ മുഴുവൻ അവരുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയത്. പിന്നെ അവരെന്നോട് BJPക്കാര് പണം തരാന്ന് പറഞ്ഞിട്ടുണ്ട്, CPMകാര് പണം തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു. ഏത് അപ്പോൾ ഒരു ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു. നിങ്ങൾക്കറിയില്ല, അതൊന്നും എൻ്റെ അടുത്ത് വില പോകുന്നതല്ല. ഞാൻ പക്ഷേ വളരെ സൗമ്യമായി അത് മുഴുവൻ വായിച്ചറിഞ്ഞു. എനിക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞു. അവരാഗ്രഹിക്കുന്ന ഒരു ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടിക്കാണില്ല. ഞാൻ KPCC പ്രസിഡന്റുമായിട്ടും പാർട്ടി നേതൃത്വമായിട്ടും ആലോചിച്ച് മറുപടി പറയാം എന്നാണ് പറഞ്ഞത്. ഇപ്പം അവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും. ഞാനങ്ങനെ സംസാരിച്ചില്ല. ആത്മഹത്യ ചെയ്ത ഒരാളുടെ മകനും ഭാര്യയും, മകനും കുടുംബാംഗങ്ങളും വരുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അദ്ദേഹം കൂടി വന്നിട്ടാണ് സംസാരിച്ചത്. വളരെ വിശദമായി ഇരുന്ന് ഏകദേശം അരമണിക്കൂറോളം ഇരുന്ന് അവരുടെ മുമ്പിലിരുന്ന് തന്നെ ഞാൻ വായിച്ചു. എനിക്കും നിങ്ങൾ ആ കത്ത് വായിച്ചു, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ഉണ്ടാവും. പിന്നെ കോപ്പി ടു PD സതീശൻ എഴുതിയേക്കണത് അദ്ദേഹം അല്ല എഴുതിയേക്കണത്. വേറൊരു മഷിയിലാണ് എഴുതിയേക്കണത്. അദ്ദേഹം എഴുതിയേക്കണ മഷി ആ കത്തിലല്ല. അന്ന് ഞാൻ ചോദിച്ചില്ല. അത് പിന്നീട് ആരെങ്കിലും എഴുതി ചേർത്താവാം, അല്ലെ അദ്ദേഹം തന്നെ എഴുതിയാവാം. എനിക്ക് കുഴപ്പമില്ല. KPCC പ്രസിഡന്റ് കൊടുക്കുന്ന ഒരു കത്തിന്റെ കോപ്പി എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാനത് വായിച്ച് എനിക്കെന്താ അതിൻ്റെ അകത്ത് പ്രശ്നം? എനിക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പം അത് അവരുടെ ഒരു വേർഷൻ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതിൻ്റെ ഇടയിൽ ഒരു വാചകം ക്ലാരിറ്റി ചില ഭാഗത്ത് ഇല്ലയെന്ന് ഞാൻ പറയും. അത് ആര് വായിച്ചു നോക്കിയാലും ആ കത്ത് നിങ്ങളെല്ലാവരും വായിച്ചാണല്ലോ. ആ കത്ത് ചില ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ഞാൻ എന്താണത് ഉദ്ദേശിച്ചത്, അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചു. അതാണ് ചില ഭാഗത്ത് ക്ലാരിറ്റി ഇല്ലയെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അത് ഞാൻ മോശമായിട്ടൊന്നും അവരോടൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അതിങ്ങനെ ചോദിക്കുകയാണേ, ഈ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? സ്വാഭാവികമായിട്ട് അവര് പ്രകോപിതരാവില്ലേ? എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന കത്ത് ഞാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ. അല്ലല്ല എന്റെ കയ്യിൽ 2 ദിവസം മുമ്പാണ്. എന്നിട്ട് ഞാൻ പറയുന്ന കേക്ക് അത് ഞാൻ പറഞ്ഞില്ല അല്ലല്ല കേക്ക് എന്റെ കയ്യിൽ 2 ദിവസം മുമ്പ് കത്ത് കിട്ടി. ഞാൻ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞില്ല. എന്നിട്ടൊരു മാധ്യമ പ്രവർത്തകൻ അവരോട് ചോദിക്കുകയാണ്,
ഈ കത്ത് കിട്ടിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തുന്നത്? എന്നിട്ട് അവരെ പ്രകോപിച്ച് എനിക്കെതിരെ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ കേട്ടു നോക്ക്. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു നിങ്ങളോട് പറഞ്ഞാ കിട്ടിയിട്ടില്ലെന്ന്? ഞാൻ ഇപ്പൊ കിട്ടിയെന്നല്ലേ പറഞ്ഞത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് എന്നോട് ചോദിക്കുന്നത്. പല ആത്മഹത്യകൾക്കും പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് ഇതേ സമീപനമല്ല സ്വീകരിച്ചത്. തെളിവില്ലാതെ വന്ന പല ആരോപണങ്ങളും നിങ്ങൾ രാഷ്ട്രീയമായി ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ DCC ട്രഷററാണ് ആത്മഹത്യ ചെയ്തത്. എത്ര പേജിന്റെ കത്താണ് എഴുതി വെച്ചിട്ടുള്ളത്? 6 കോൺഗ്രസ് നേതാക്കൾക്ക് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച പരാതി നൽകി. ഇതിന് നടപടിയെടുത്തില്ല. അത് ഗൗരവതരമായി. ഒരു കോൺഗ്രസ് നേതാവിനും പരാതി കൊടുത്തായിട്ട് എനിക്കറിയില്ല. എന്നോട് അവർ പറഞ്ഞത് KPCC പ്രസിഡന്റ് ഒരു കത്തയച്ചു, അതിന്റെ ഒരു കോപ്പി സാറിന് തരുന്നു എന്ന് 2 ദിവസം മുമ്പാണ്. എന്നിട്ട് പറഞ്ഞു 10 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്യുക, സാർ എല്ലാവരോടും സംസാരിക്കുക. എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുക. 2 ദിവസത്തിന് മുമ്പ് കത്ത് അവർ തന്നെ പുറത്തു വിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, അന്വേഷിക്കാതെ തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇവർ കൊണ്ടുവന്ന കത്ത് ശരിയായ കത്താണോ? ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കണ്ടേ? ഞങ്ങൾ അന്വേഷിച്ചൊരു തീരുമാനം പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഈ കത്തിനെ തള്ളി പറഞ്ഞില്ല, ഇത് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളൊരു തീരുമാനം എടുക്കണ്ടേ? അവർ ഇന്നലെ പുറത്തു വിട്ടു. 2 ദിവസം മുമ്പ് തന്ന കത്ത KPCC പ്രസിഡന്റ് തിരുവനന്തപുരത്തേക്കും വന്നില്ല. എനിക്ക് ഏകപക്ഷീയമായിട്ട് സംഘടനാപരമായ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുമോ? KPCC പ്രസിഡന്റും മുതിർന്ന നേതാക്കളും വന്നിട്ട് ആലോചിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞത്. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. കത്തിന്റെ ചില ഭാഗങ്ങളിൽ ദുരൂഹതയുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല അല്ലല്ല ഞാൻ പറഞ്ഞില്ല. ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയില്ല ചില ഭാഗം. ഞാനത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി. ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? എനിക്ക് മനസ്സിലാക്കാത്ത ഭാഗം മനസ്സിലാക്കിയെന്ന് ഞാൻ അഭിനയിക്കുകയാണ് വേണ്ടത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കും. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ആ കത്തിലുണ്ടാവും. അത് ചിലപ്പോൾ ആ വാചക ഘടന കൊണ്ടും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു വ്യക്തത കുറവുണ്ട്. നിങ്ങൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം മക്കളായിട്ട് സംസാരിച്ചാണല്ലോ. ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കി. അതല്ലേ ചെയ്യേണ്ടത്. ഇല്ലാതെ ഇത് മേടിച്ചു വെച്ചിട്ട് അത് വായിച്ചു നോക്കാതെ ശരി എന്ന് പറഞ്ഞ ഐക്യമല്ല ചെയ്തത്. അവരുടെ മുമ്പിലിരുന്ന് ആദ്യത്തെ വാചകം മുതൽ അവസാനത്തെ വാചകം വരെ ഞാൻ വായിച്ചു നോക്കി. അല്ലേ മര്യാദ? പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു, പ്രതിപക്ഷ നേരിൽ കാണുമെന്ന് അൻവർ പറഞ്ഞു. തൊട്ടുപിന്നാലെ മുസ്ലിം ലീഗ് നേതാക്കളെയും കണ്ടു. ആ കാര്യത്തിൽ ഞാൻ ആദ്യം മറുപടി പറഞ്ഞാണല്ലോ. പിന്നെ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കാര്യം മറുപടി പറഞ്ഞു. അതാണ് മറുപടി. നിങ്ങൾ 2ാമതും 3ാമതും ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞത് മാറ്റി പറയും. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ നിന്ന് തരുന്നോണ്ടല്ലേ. നിങ്ങൾ മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ചോദിക്കില്ലല്ലോ. ഞാൻ നിന്ന് തരുന്നോണ്ടല്ലേ ഒരേ ചോദ്യം അങ്ങ് 3ാമത്തെ പ്രാവശ്യമാണ് എന്നോട് ചോദിച്ചത്. ഇപ്പോൾ VD സതീശനാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് മുൻ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ എല്ലാം VD സതീശൻ നിരസിക്കുകയാണ്. കുടുംബം ഭീഷണി സ്വരത്തിൽ സംസാരിച്ചുവെന്നും കത്തിൽ വ്യക്തതയില്ല എന്നും കുടുംബത്തിനെതിരെയാണ് VD സതീശന്റെ വാക്കുകൾ ഇപ്പോൾ വരുന്നത്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലാണ് ഇപ്പോൾ VD സതീശന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. രതീഷ് വാസുദേവൻ അവിടെ നിന്നും വയനാട്ടിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. രതീഷ്, ഗുരുതര ആരോപണങ്ങളാണ് VD സതീശനെതിരെ കുടുംബം ഉന്നയിച്ചത്. VD സതീശനെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം വളരെ മോശം രീതിയിലായിരുന്നത് പുറത്തു പറയാൻ പോലും പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിലാണ് ഇപ്പോൾ VD സതീശന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കുടുംബത്തിനെതിരെയാണ് VD സതീശനും തിരിച്ച് ആരോപണം ഉന്നയിക്കുന്നത്. ഏത് രീതിയിലാണ് VD സതീശന്റെ വാക്കുകളെ ഇപ്പോൾ നോക്കിക്കാണാൻ സാധിക്കുക? തീർച്ചയായും കോൺഗ്രസ് നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ഉത്തരം മുട്ടുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം 10 ദിവസം മുമ്പ് ഈ വിഷയം കുടുംബങ്ങൾ നേരിട്ട് പോയി ബോധ്യപ്പെടുത്തിയിട്ടും അത് വിശദമായി പരിശോധിക്കാൻ തീരുമാനമെടുക്കാൻ കാത്തു നിൽക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. മാത്രവുമല്ല, ഈ കുടുംബത്തിൻ്റെ വരവിൽ, കുടുംബത്തിൻ്റെ ചോദ്യം ചെയ്യലിൽ അല്ലെങ്കിൽ കുടുംബം പരാതി നൽകിയപ്പോൾ സംസാരിച്ചതിലൊക്കെ തന്നെ ഭീഷണി സ്വരമുണ്ട്. മറ്റു പല രാഷ്ട്രീയ കക്ഷികളും പണം തരാമെന്ന് പറഞ്ഞു. BJPയും CPM ഒക്കെ ഉൾപ്പെടെ പണം തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭീഷണി സ്വരത്തിലാണ് തന്നോട് അവർ സംസാരിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. ഒരുപക്ഷെ ഈ ആഘാതം തന്നെയായിരിക്കാം രാവിലെ നമ്മോട് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ മകൻ വിജേഷും ഭാര്യ പത്മജയും പറഞ്ഞത്. കാരണം ഒരു തരത്തിലും വിജേഷ് നേരിട്ട് അദ്ദേഹത്തെ കാണുമ്പോൾ ഇത്തരത്തിൽ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് വിജേഷ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് വിജേഷ് വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ
ഈ പരാതിയിലുള്ള അവ്യക്തത എന്ന് മാത്രം, അവ്യക്തത ഉണ്ടായതുകൊണ്ട് വിശദമായി ചോദിച്ചു എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. പക്ഷേ അതിനുശേഷം പറയുന്നത് അവർ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു, മറ്റു കക്ഷികൾ പണം നൽകാമെന്ന് പറഞ്ഞു, അവർക്ക് മറ്റെന്തൊക്കെയോ ഉദ്ദേശമുണ്ട്, അത്തരത്തിലൊക്കെ വി ഡി സതീശൻ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ പ്രതികരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കത്തിനെ KPCC നേതൃത്വം അവിശ്വസിക്കുന്നു എന്നതിൻ്റെ വ്യക്തതയാണ് വി ഡി സതീശൻ പറഞ്ഞത്. മാത്രമല്ല സുധാകരുള്ള ഒരു ഒളിയമ്പ് കൂടിയുണ്ട്. താൻ പരാതി വാങ്ങിവെച്ച് എടുത്തു വയ്ക്കുകയല്ല ചെയ്ത്, വിശദമായി ചോദിക്കുകയും പരിശോധിക്കുകയും ചെയ്തു. അതിനുശേഷം വായിച്ചു നോക്കാതെ മറുപടി പറയുന്ന ഒരു രീതിയല്ല എന്നുകൂടി വി ഡി സതീശൻ പറയുന്നു. KPCC നേതൃത്വത്തിന് തന്നെ ഇതിൽ വ്യക്തതക്കുറവുണ്ട്. വളരെ ഗൗരവമായ ഒരു കാര്യം, DCCയുടെ പ്രധാനപ്പെട്ട നേതാവ്, വർഷങ്ങളായി കോൺഗ്രസിൻ്റെ പ്രധാന വലിയ കാര്യങ്ങളിലൊക്കെ സജീവമായി വയനാട് ജില്ലയിൽ ഉണ്ടായിരുന്ന ഒരാൾ, DCCയുടെ വർഷങ്ങളായിട്ടുള്ള ട്രഷറർ, ഇദ്ദേഹത്തിൻ്റെയും മകൻ്റെയും ഈ ആത്മഹത്യയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ജില്ലാ നേതാക്കളുടെ പ്രതികരണം ദുർബലമാകുന്നു. അവർക്കിതിൽ കൃത്യതയില്ലാതെ, ഒരു വ്യക്തതയുണ്ടായി സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കും. സംസ്ഥാന നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ മറ്റെന്തോ താല്പര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ എന്നുപോലും സംശയിക്കുന്ന തരത്തിൽ ദുരൂഹമാണ് ഇവരുടെ പ്രസ്താവന. KPCC അധ്യക്ഷൻ വ്യക്തമായി ഒന്നും ഇതുവരെ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല. എന്തായാലും ഈ കുടുംബം, അതായത് NM വിജയൻ്റെ മൂത്ത മകൻ വിജേഷും കുടുംബവും എന്തായാലും നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുക. തങ്ങൾക്ക് ഈ ബാധ്യത ഏറ്റെടുക്കാൻ സാധിക്കില്ല. കാരണം അച്ഛൻ കുടുംബത്തിലേക്ക് വേണ്ടി വാങ്ങിയ കടമല്ല, പാർട്ടിക്ക് വേണ്ടി പല ബാങ്കുകൾ പിടിച്ചെടുക്കാൻ, പല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് ജില്ലാ സംസ്ഥാന നേതാക്കളുടെ അറിവോടുകൂടി വാങ്ങിയ പണമാണ്. അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ബാധ്യത പാർട്ടി ഏറ്റെടുക്കണം. ഈ ഘട്ടത്തിൽ വലിയ സാമ്പത്തിക സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അച്ഛൻ ജീവിതം അവസാനിപ്പിച്ചത്. അതാണ് ഈ കത്തുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കത്തിനെ പോലും അവിശ്വസിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പെരുമാറുന്നതെന്നാണ് അവർ രാവിലെ നമ്മോട് പറഞ്ഞത്. എന്തായാലും ആ രീതിയിൽ അവരുടെ പെരുമാറ്റം അവർ പറഞ്ഞ അതേ അളവിൽ തന്നെയാണ് ഒരുപക്ഷെ സംസ്ഥാന നേതാക്കൾ പ്രതികരിച്ചതെന്നാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. വലിയ അസഹിഷ്ണുതയോടെയാണ് അവരോട് സംസാരിച്ചതെന്നാണ് അവർ ഞങ്ങളോട് വ്യക്തമാക്കിയത്. അതേ നാണയത്തിൽ തന്നെയാണ് വി ഡി സതീശനും ആ അനുഭവം വ്യക്തമാക്കുന്നത്. താൻ വ്യക്തതയില്ല എന്ന് മാത്രമാണ് അവരോട് പറഞ്ഞതെന്നാണ് വി ഡി സതീശൻ ചേർത്ത് വയ്ക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് അവർക്ക് മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നും സംശയിക്കുന്നു. കാരണം മറ്റു പലരും BJPയും CPM ഒക്കെ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഭീഷണി സ്വരത്തിൽ NM വിജയൻ്റെ മകനും കുടുംബവും സംസാരിച്ചു എന്ന തരത്തിലാണ് ഈ വിഷയത്തെ മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് എന്നത് ഒറ്റ കാര്യം കൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം ഇതിനെ ഗൗരവമായി കാണുന്നില്ല, എന്തൊക്കെയോ മറച്ചു വെക്കുന്നു എന്ന സംശയം പൊതുസമൂഹത്തിന് കൂടുതൽ നൽകിക്കൊണ്ടാണ് അവരുടെ പ്രസ്താവനകൾ വരുന്നത്. സംസ്ഥാന അധ്യക്ഷൻ സുധാകരൻ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ND അപ്പച്ചൻ ഉൾപ്പെടെ ജില്ലാ നേതാക്കൾ പറയുന്നത്